ഇത്തരമൊരു ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമായി രൂപപ്പെട്ടത് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ച രാഷ്ട്രീയ നയത്തിൻ്റെ വിജയമാണ്. UDF ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടും അഴിമതിക്കെതിരായിട്ടും വർഗീയതക്കെതിരായിട്ടും ജനങ്ങളുടെ ഭാഗത്തുണ്ടായ ശക്തമായ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ട UDF ഗവൺമെൻറ്റിനെതിരായി സ്ത്രീകളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം അലയടിച്ചുയർന്നിരിക്കുന്നത്. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി പ്രവർത്തിക്കും. ജനപക്ഷത്ത് നിന്നുകൊണ്ട് LDF പ്രഖ്യാപിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ അടിസ്ഥാനമാക്കി സമയബന്ധിതമായ വികസന പരിപാടികൾക്ക് ഇടതുപക്ഷ മുന്നണി രൂപം കൊടുക്കും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ശക്തമായ ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും. ഇതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നൊരു പ്രത്യേകത കോൺഗ്രസിന് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFനകത്ത് കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റാണ് ഇത്തവണ കോൺഗ്രസിന് ലഭിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് കോൺഗ്രസിൻ്റെ നയങ്ങളെ കേരളത്തിലെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ചില സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനുണ്ടായതുപോലുള്ള ഭീമമായ ഒരു സീറ്റിൻ്റെ കുറവ് ഈ കക്ഷികൾക്കുണ്ടായിട്ടില്ല. ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് RSPക്കാണ്. ഇടതുപക്ഷ മുന്നണിയോട് വഞ്ചന കാണിച്ച RSPയെ കേരളത്തിലെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണി വിട്ടുപോയ ജനതാദൾ U ആ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിരാകരിച്ചിരിക്കുകയാണ്. നിയമസഭയിൽ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായില്ല. ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിൻ്റെ ഫലമായാണ് RSPക്കും ജനതാദൾ Uവിനും ഈ തിരിച്ചടി നേരിടേണ്ടി വന്നത്. നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടായിരുന്ന ഈ രണ്ട് കക്ഷികൾക്കും ഇത്തവണ പ്രാതിനിധ്യം കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് ഇലക്ഷൻ റിസൾട്ട് ഇപ്പോൾ വന്ന സൂചന വ്യക്തമാക്കുന്നത്. UDFൻ്റെ അനുകൂലമായ നിലപാട് സ്വീകരിച്ച CMPക്കും ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏൽക്കേണ്ടതായിട്ട് വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നയം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ മുൻകൈയെടുക്കും. ഇതിൻ്റെ ഫലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ പാർട്ടി സ്വീകരിക്കും. പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുള്ള കോൺഗ്രസിനും BJPക്കുമെതിരായ നയം ആവിഷ്കരിക്കണമെന്ന പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ച നയം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്നതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ ചരിത്ര വിജയം നേടാൻ സാധിച്ചത്. പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ച നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ വിപുലീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായോഗികമായ നടപടിക്കും CPIM മുൻകൈയെടുത്ത് പ്രവർത്തിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ടും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ടും
നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. RSS ഉയർത്തിപ്പിടിച്ച വർഗീയതയെ നേരിടാൻ കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുകയാണ് ഉണ്ടായത്. ഈ ഇരു വർഗീയ ശക്തികളോടും കേരളം നിരാകരിക്കുന്നു. മതനിരപേക്ഷ അടിത്തറയുള്ള ഈ സംസ്ഥാനം അതൊരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്. RSS മുന്നോട്ട് വെച്ച രാഷ്ട്രീയ അജണ്ട കേരളം നിരാകരിച്ചിരിക്കുകയാണ്. RSS മുൻകൈയെടുത്തുകൊണ്ടാണ് 104 സാമുദായിക സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിശാലമായ ഒരു മുന്നണി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ഒടുവിൽ RSS രൂപീകരിച്ച പാർട്ടിയാണ് BDJS. ആ BDJSന് ഇവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി BDJSൻ്റെ സ്ഥാപക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, മലമ്പുഴ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വോട്ട് വർദ്ധിച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ദിശ മാറും എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അത്തരം വാക്കുകളൊന്നും ഈ കേരളം ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അസന്നിഗ്ധമായി തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ UDFന് ഇത്രയും സീറ്റുകൾ തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് BDJSും BJPയും സ്വീകരിച്ച സമീപനമാണ് ഇപ്പോൾ UDFന് ഇത്രയും സീറ്റുകൾ ലഭിക്കാനിടയായത്. UDF ജയിച്ചിട്ടുള്ള 16 സീറ്റുകൾ അവർക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുത്തത് BDJS BJP സഹായമാണ്. അതിന് പ്രത്യുപകാരമായിട്ടാണ് നേമം മണ്ഡലത്തിൽ രാജഗോപാലിന് അനുകൂലമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത്. നേമം മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഗണ്യമായി ഇടിഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ ദിവസം 50-ൽ പരം ബൂത്തുകളിൽ UDFന് ഏജൻറ്റുമാരുണ്ടായില്ല. നേമം മണ്ഡലത്തിൽ ഏജൻറ്റുമാർ ഇരുന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഏജൻറ്റുമാർ പിൻവാങ്ങുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം പ്രകടമായ ഈ സമീപനം അതിൻ്റെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചതായി കാണുകയാണ് നേമം മണ്ഡലത്തിൽ. ഞങ്ങൾ ആദ്യമേ ആക്ഷേപിച്ചതാണ് നേമം മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വോട്ട് മറിക്കൽ നടക്കാൻ പോകുന്നുണ്ട്. അതിന് പ്രത്യുപകാരമായി തിരുവനന്തപുരം മണ്ഡലത്തിൽ ശിവകുമാറിന് അനുകൂലമായ നിലപാടെടുക്കുമെന്നുള്ളതും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ രണ്ട് മണ്ഡലം തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായി എന്നതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തിക്കൊണ്ട് വർഗീയതയ്ക്കെതിരായി ശക്തമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ വിപത്ത് അതൊരിക്കലും നാം കുറച്ച് കാണാൻ പാടില്ല. അതിൽ നമ്മളെയെല്ലാം ജാഗ്രതപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നതുകൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തുടർ പ്രവർത്തനം അതിന് മുൻകൈയെടുക്കാൻ CPIM തയ്യാറാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നണിയിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ മുന്നണി ഭാവി പരിപാടിക്ക് രൂപം കൊടുക്കും. ഉമ്മൻചാണ്ടി നേരത്തെ ഇലക്ഷനായ ദിവസം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വമ്പിച്ച തിരിച്ചുവരവുണ്ടാവും. ഇന്നലെയും അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ്റിന് ഭരണ തുടർച്ചയുണ്ടാവും. തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമായിരിക്കും, ജയിച്ചാൽ അതിൻ്റെ നേട്ടം എല്ലാവർക്കുമായിരിക്കും എന്നാണ് ഇലക്ഷൻ ദിവസം അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം നിലപാട് മാറ്റി. ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഈ തോൽവിക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ്. നേരത്തെ തനിക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇത് ഇന്ന് രാവിലെ വരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ ഈ കണക്കുകൾ തെറ്റിച്ചത്
ഈ കേരളത്തിലെ ജനവിധി മനസ്സിലാക്കാൻ UDF പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. KPCC പ്രസിഡന്റ് ഇന്നലെയും പറഞ്ഞു ഞങ്ങൾക്ക് ഭരണത്തടർച്ചയുണ്ടാകുമെന്ന്. അവരുടെ എല്ലാം കണക്കുകൂടലുകൾ തെറ്റിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ജനവിധി അഭിനന്ദനാർഹമാണ്. ഈ ജനവിധി കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം ഞങ്ങൾ നടത്തും. ആ ഇടതുപക്ഷ പ്രവർത്തകന്മാർ കൂടുതൽ വിനയാനിതരായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ദുഃഖിതരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. ഈ ജനവിധി ഒരിക്കലും ഞങ്ങളെ മറ്റൊരു തരത്തിലുള്ള ചിന്താഗതിക്കാരാക്കി മാറ്റില്ല. കൂടുതൽ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള അംഗീകാരത്തിലേക്കാണ് ഞങ്ങൾ ഈ ജനവിധി കണക്കിലെടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനം, അതിൽ ഇടതുപക്ഷ പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. ഈ ഇലക്ഷൻ്റെ ഭാഗമായി പലയിടങ്ങളിലും ധാരാളം ഫ്ലക്സുകൾ, ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷ മുന്നണി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ പാർട്ടി പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് മാലിന്യ സംസ്കരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഏറ്റെടുക്കാൻ ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഈ ഇലക്ഷൻ ഘട്ടത്തിൽ തന്നെ സന്നദ്ധമാകും. പലയിടങ്ങളിലും പ്രകോപനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള യാതൊരു പ്രകോപനത്തിലും പാർട്ടി പ്രവർത്തകന്മാർ പെട്ടുപോകരുത്. അത്തരം പ്രശ്നങ്ങളെല്ലാം ആത്മസംയമനത്തോടു കൂടി നേരിട്ട് ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അത് കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം എല്ലാ പാർട്ടി പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിച്ച, അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ രീതിയിൽ ഞങ്ങളെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. അത് സംബന്ധിച്ച് നാളെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. നാളെ ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും. അങ്ങനെ പോളിറ്റ് ബ്യൂറോ പ്രതിനിധികളുടെ കൂടി സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം നാളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും. അല്ല, ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നാളെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് ഇത്തവണ സ്വീകരിച്ചത്. എല്ലാ മതവിഭാഗത്തിലും എല്ലാ സമുദായത്തിലുംപ്പെട്ട മതനിരപേക്ഷ ചിന്താഗതിക്കാർ, വർഗീയതയ്ക്കെതിരായി ചിന്തിക്കുന്നവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് നിന്നത്. അങ്ങനെയുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഇടതുപക്ഷ മുന്നണി തുടർന്ന് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. ഓരോ മണ്ഡലത്തിലും ഉണ്ടായ വോട്ടിൻ്റെ സ്ഥിതി എന്താണ്, അതിലെവിടെയെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടിൽ എന്തെങ്കിലും ചോർച്ചയുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അങ്ങനെ കാണുന്നില്ല. പക്ഷേ എന്നാലും പല മണ്ഡലങ്ങളിലും BJP രണ്ടാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് പാർട്ടി ഗൗരവമായിട്ടാണ് അത് കണക്കിലെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശക്തികളെ ദുർബലപ്പെടുത്താൻ, മതേതര ജനവിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത്തരം സ്ഥലങ്ങളിലെല്ലാം പാർട്ടി മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കും. 2006 തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ഉം LDF-ഉം ആഗ്രഹിച്ച ഒരു വിജയം ഉണ്ടായിട്ട് ഇപ്പോഴാണ് വലിയ വിജയം ഉണ്ടാകുന്നത്. സംഘടനാപരമായിട്ടുള്ള ന്യൂനതകളും പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്നൊരു ആത്മവിശ്വാസമുണ്ട്.
CPIM-നകത്ത് ഇപ്പോൾ യാതൊരുവിധ സംഘടനാ പ്രശ്നങ്ങളുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഇലക്ഷനിൽ പ്രവർത്തിച്ചത്. എല്ലാ പാർട്ടി മെമ്പർമാരും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി അനുഭാവികളാകെ ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങി. എല്ലാ വർഗഭോജന സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്നവരും സജീവമായി ഇലക്ഷൻ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തരം ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. I already talked here. Then you can give another interview, not here. All Malayalam media persons. No, we can give another interview. I will talk to you. I will talk to you later. ശരി, ഓക്കെ.